സംഘർഷഭരിതമായ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങളിൽ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഏത് നിമിഷവും തയ്യാറാണ് നമ്മുടെ രാജ്യം. യുദ്ധം ഭൂമിയിലല്ല ആകാശത്താണ് നടക്കുന്നതെന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായിരുന്നെങ്കിലും വേണ്ടത്ര പോർവിമാനങ്ങൾ ഇല്ലാത്ത അവസ്ഥ രാജ്യത്ത് നിലവിലുണ്ട്. അതിന്റെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലുമാണ് ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷനുകളെല്ലാം നടത്തുന്നതും. ഇന്നലെ 2 MiG-21 സ്ക്വാഡ്രോണുകൾ കൂടി സർവീസിൽ നിന്നും പിൻവലിച്ചതോടെ ഇന്ത്യൻ പോർവിമാന പടയുടെ വലിപ്പം 29 സ്ക്വാഡ്രോണുകളായി ചുരുങ്ങിയിരിക്കുകയാണ്. വിശ്വസനീയമായ വ്യോമ പ്രതിരോധത്തിനും ആക്രമണത്തിനും രാജ്യത്ത് 42 സ്ക്വാഡ്രോണുകൾ വേണമെന്നാണ് കണക്ക്. കഴിഞ്ഞ 60 വർഷത്തിനിടെ രാജ്യത്തെ പോർവിമാന പട എണ്ണത്തിൽ ഇത്രയും കുറയുന്നത് ആദ്യമായാണ്. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി 97 പുതിയ യുദ്ധവിമാനങ്ങൾ കൂടി സ്വന്തമാക്കാൻ തയ്യാറെടുക്കുകയാണ്. വായുസേനയ്ക്കായി 97 LCA തേജസ് മാർക്ക് 1A ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാനുള്ള ഓർഡർ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കേന്ദ്രം നൽകി കഴിഞ്ഞു. പദ്ധതി 62,000 കോടി രൂപയുടേതാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഒരു വർഷം മുൻപ് കേന്ദ്രം 83 മാർക്ക് 1A ജെറ്റുകൾക്കുള്ള ഓർഡർ നൽകിയിരുന്നു. 48,000 കോടി രൂപയുടേതായിരുന്നു ആ ഡീൽ. ഇതോടെ മൊത്തം വിമാന ഓർഡറുകൾ 180 എണ്ണമായി. ആകെ ഓർഡർ മൂല്യം 1.10 ലക്ഷം കോടി രൂപയും. പുതിയ ഓർഡർ പ്രകാരമുള്ള വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി HAL-ന് ഉടൻ നൽകിയേക്കും. നിലവിൽ ഉപയോഗിക്കുന്ന MiG-21 യുദ്ധവിമാനങ്ങൾക്ക് പകരമാകും ഇന്ത്യയുടെ പുത്തൻ തേജസ് വിമാനങ്ങൾ ഇറക്കുക. ഇന്ത്യ തദ്ദേശീയമായാണ് തേജസ് ജെറ്റുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും കരുത്താണ്. ദേശീയ അന്തർദേശീയ കമ്പനികളെ ഇന്ത്യയിൽ നിർമ്മാണം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2014 സെപ്റ്റംബർ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഒരു സുപ്രധാന സർക്കാർ സംരംഭമാണിത്. ഇന്ത്യ ഒരു ആഗോള രൂപകൽപ്പന ഉൽപാദക കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യയുടെ വ്യാവസായിക രംഗത്തും സാമ്പത്തിക വളർച്ചയിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഇതോടെ രംഗത്ത് ഇന്ത്യ വലിയ ശക്തി കേന്ദ്രമായി മാറുകയാണ്. ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമ്പോൾ രാജ്യത്തെ നിരവധി ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കും അനുബന്ധ ഓർഡറുകൾ ലഭിക്കും. അവയുടെ വരുമാനം കുതിക്കാനും അത് സഹായിക്കും. പുതിയ വിമാനങ്ങളുടെ നിർമ്മാണ ഘടനയിൽ 65% തദ്ദേശീയമായി തന്നെ ശേഖരിച്ചതായിരിക്കും. 2016-ലാണ് വായുസേന ആദ്യ തേജസ് യുദ്ധവിമാനം സ്വന്തമാക്കിയത്. വരും വർഷങ്ങളോടെ സേനയുടെ പ്രധാന കരുത്തായി തേജസ് മാറിയേക്കും. ഒരു ഫ്രഞ്ച് റഫാൽ വിമാനത്തിന് ഏകദേശം 1,600 കോടി മുതൽ 2,400 കോടി രൂപ വരെ വില വരുമ്പോൾ ഒരു തേജസ് മാർക്ക് A1 വിമാനത്തിന് 620 കോടി രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അതായത് ഒരു റഫാൽ വിമാനം വാങ്ങുന്ന പണം കൊണ്ട് 3-4 തേജസ് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. കുറഞ്ഞ ചിലവിൽ കൂടുതൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സ്ക്വാഡ്രോണുകളുടെ എണ്ണം അതിവേഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പാകിസ്ഥാന്റെ JF-17 F-16 വിമാനങ്ങളോടും ചൈനയുടെ J-10 വിമാനങ്ങളോടും കടപിടിക്കാൻ തേജസിന് സാധിക്കുമെന്നതാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. MiG-21 വിമാനങ്ങൾ പടിയിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിടവ് നികത്താനും വ്യോമസേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാനും തേജസ് വിമാനങ്ങളുടെ കടന്നുവരവ് അത്യന്താപേക്ഷിതമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിറകിലേറി ഇന്ത്യൻ ആകാശത്ത് സുരക്ഷയുടെ പുതിയ അധ്യായം കുറിക്കാൻ തേജസ് തയ്യാറെടുക്കുകയാണ്. ഇത് പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ഒരു നിർണായക ചുവടുവയ്പ്പാണ്.